വെൽക്കം ബാക്ക് ടു Serah ക്രിയേഷൻസ്. ഇന്ന് നമുക്കൊരു ടെറാറിയം ഉണ്ടാക്കാൻ നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യമേ നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ചെടി നടാനുള്ള മണ്ണ് വേണം. പിന്നെ അതിൻ്റെ അടിയിൽ ലെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള കല്ലുകൾ വേണം. പിന്നെ കുറച്ച് ചകിരിയുടെ പീസുകൾ വേണം. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഒരു സർക്കിൾ പീസ് വേണം, നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മണ്ണ് കോരിടാനായിട്ടൊരു സ്പൂണ്, പിന്നെ കല്ലും മണ്ണും ഒന്ന് ലെയർ ചെയ്യാനായിട്ടൊരു കമ്പ്, നല്ലൊരു കുപ്പി നമുക്ക് ചെയ്യാൻ പറ്റിയ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെടികളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മോസസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഇഷ്ടികയുടെ മേളിൽ കാണുന്ന പായലുകൾ യൂസ് ചെയ്യും. പിന്നെ ഇത് ഫേൺസിൻ്റെ ഒരു ഇത് നമ്മൾ സാധാരണ നമ്മുടെ പറമ്പിലും ഒക്കെ കണ്ടുവരുന്നതാണ്. അത്ര സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി കുപ്പി എടുക്കുമ്പോഴത്തേക്ക് ബോഡി നല്ല പ്ലെയിൻ ആയിട്ടുള്ള കുപ്പി എടുക്കുന്നതായിരിക്കും ഭംഗി. അതുപോലെ നമുക്ക് അതിൻ്റെ നെക്ക് പോർഷൻ കുറച്ച് വലിപ്പമുള്ളതായിരിക്കണം. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ കരിങ്കല്ലിൻ്റെ പീസാണ് ഇട്ട് കൊടുക്കുന്നത്, ഫസ്റ്റ് ലെയർ. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് മേലെ നമുക്ക് പെബിൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാറക്കല്ലിൻ്റെ ചെറിയ ചെറിയ പീസസ്, നല്ല ഭംഗിയുള്ള കല്ല് വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഞാൻ ലെയർ ചെയ്തു. അതൊന്ന് അടുക്കി വെക്കണം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആ പീസ് അതിന് മേലെ വെച്ച് കൊടുക്കണം. അത് വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിതിന് മേളിൽ മണ്ണിടുമ്പം അതിലേക്ക് നമ്മുടെ പെബിൾസിൻ്റെ മേളിലോട്ട് അധികം അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയർ മണ്ണാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതൊരു 1-2 ലെയർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യണം. ഒരു നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കമ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ സെക്കൻഡ് ലെയർ ഇടുക. നമ്മൾ എത്ര ലെയർ മണ്ണിടുന്നോ അത് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പൊങ്ങിയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ചകിരിയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഞാനിത് ഇടുന്നതേ ഉള്ളൂ, കാരണം കുറച്ചുകൂടെ തണുപ്പ് നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈർപ്പം നിൽക്കാനായിട്ട് ഇത് സഹായിക്കും. അല്ലെങ്കിൽ ചകിരി ചോറിട്ടാലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ബാക്കിയും കൂടി ഇരിക്കുന്ന മണ്ണ് ഇട്ടിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചെടി വെക്കാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് അവിടെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കണം. ഈ നമ്മൾ ചെടി വെക്കാനായിട്ട് ഉണ്ടാക്കിയ ഗ്യാപ്പിൻ്റെ സൈഡിൽ നമുക്ക് മോസസ് വെച്ചിട്ട് ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം, ഒരു ചെറിയൊരു സെപ്പറേഷൻ പോലെ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ആ ഗ്യാപ്പ് ഫുള്ള് നമ്മളൊന്ന് മോസസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെടികൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം, ചെറിയ ഗ്യാപ്സ് ഉണ്ടാക്കിയിട്ട്. ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേര് നന്നായിട്ട് മണ്ണിൽ ഇറങ്ങുന്ന രീതിയിൽ വേണം നമ്മളത് അതിനകത്ത് വെച്ച് കൊടുക്കാനായിട്ട്. ചെടി നന്നായിട്ട് മണ്ണിൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റിനുമുള്ള മണ്ണ് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക. പിന്നെ വേണം അടുത്ത ചെടിയായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആ അടുത്ത് വയ്ക്കുന്ന ചെടികളും നമ്മൾ അങ്ങനെ ഓരോന്നും വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ അത് കംപ്ലീറ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. അധികം വളർച്ചയില്ലാത്ത പൊക്കം കുറഞ്ഞ ചെടികളാണ് നമുക്ക് ടെററിയത്തിന് യോജിച്ചത്. ചെടികൾ കൂടാതെ നമുക്ക് അതിനകത്ത് ചെറിയ വിറക് കഷ്ണങ്ങളോ പാറ കഷ്ണങ്ങളോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് ഫുൾ മോസസ് വെച്ച് ഫില്ല് ചെയ്തു. ഇപ്പം നമ്മുടെ ടെററിയം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.